ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. മുത്തശ്ശനോട് മുത്തശ്ശി പറയുന്നുണ്ട്, നയനമോൾ ഇവിടുന്ന് പോയതിൽ പിന്നെ കറക്റ്റായിട്ട് ആഹാരമൊന്നും കിട്ടുന്നില്ല, എല്ലാത്തിനും ഒരു ടേസ്റ്റ് കുറവാണെന്ന്. നയനമോൾ ഇവിടെ ഉള്ളപ്പോൾ ഇതൊന്നും അറിയണ്ടായിരുന്നു. ഇപ്പം ജാനകി അടുക്കളയിലൊക്കെ കയറുന്നുണ്ട്. നേരത്തെ ഇവർ അടുക്കളയിലൊക്കെ കയറിക്കൊണ്ടിരുന്നതല്ലേ നയനമോൾ വരുന്നതിന് മുമ്പ്. പക്ഷേ അന്നേരം ഞാനും കൂടി ആ കൂട്ടത്തിലൊക്കെ കയറുമായിരുന്നല്ലോ. എന്നാലും ദേവയാനി നയനമോൾ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാരണം എനിക്ക് മനസ്സിലാകാത്തത്. അതുകൊണ്ടല്ലേ മോൾക്ക് ആ വീട്ടിൽ പോയി നിൽക്കേണ്ടി വന്നത്. മോൾ അങ്ങനെ പോയി നിൽക്കുന്നൊന്നും അല്ലല്ലോ എന്ന് മുത്തശ്ശി പറയും. അപ്പം മുത്തശ്ശൻ പറയും, എന്തൊക്കെയായാലും ഇവിടെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ മനസ്സമാധാനം ആ കുട്ടിക്ക് ആ സ്വന്തം വീട്ടിൽ കിട്ടുമല്ലോ. ഞാൻ നയനമോളെ 2-3 പ്രാവശ്യം വിളിച്ചാരെന്നും മുത്തശ്ശി പറയും. പക്ഷെ മോളുടെ സൗണ്ടിലൊക്കെ ഭയങ്കര അവശത ഫീൽ ചെയ്യുന്നുണ്ടെന്നും പറയുന്നുണ്ട്. എന്തൊക്കെയായാലും ഇനി ദേവയാനി വന്നു കഴിയുമ്പോൾ വീണ്ടും ആദർശിനെയും നയനെയും അകറ്റാൻ വേണ്ടി എന്തെങ്കിലും പൊല്ലാപ്പുണ്ടാക്കുമോ എന്നാണ് എൻ്റെ സംശയമെന്ന് മുത്തശ്ശി പറയുമ്പോൾ മുത്തശ്ശൻ പറയും, എന്തായാലും അങ്ങനെയൊന്നും ഇനി ഉണ്ടാകില്ല, ഭഗവാൻ അതിനൊന്നും അനുവദിക്കില്ല എന്ന്. നവ്യമോൾ കുടിക്കേണ്ട പാലാണ് ദേവയാനി എടുത്ത് കുടിച്ചത്. അത് ദേവയാനി കുടിച്ചില്ലായിരുന്നെങ്കിൽ നവ്യമോൾ കുടിക്കില്ലായിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ കുഞ്ഞ് പോവുകയും എന്തെല്ലാം അപകടം ഉണ്ടാകുകയും ചെയ്തേനും. ആരോ ഈ വീട്ടിൽ അങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്, അതാരാണെന്ന് മാത്രം മനസ്സിലാകുന്നില്ലെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ആദർശ് മുറിയിലേക്ക് വരുന്നതാണ്. ആദർശ് വന്ന് മുറിയിലിരുന്ന് ഇങ്ങനെ നയനെക്കുറിച്ചൊക്കെ ഓർക്കാണ്. നയനയ്ക്ക് കൊലുസ് മേടിച്ച് കൊടുത്തതും അത് കാലയിലിട്ട് കൊടുത്തതുമൊക്കെ. എന്നിട്ട് മനസ്സിലിങ്ങനെ ഓർക്കും, അവളുടെ മണമാണ് ഈ മുറി മുഴുവൻ, അവളെ കാണണമെന്ന് എനിക്കങ്ങ് തോന്നുന്നു. ആ സമയത്ത് തന്നെ നയന ആദർശിൻ്റെ ഫോണിലേക്ക് വിളിക്കും. അപ്പോൾ ആദർശ് പറയും, ഞാനിപ്പോഴും ഓർത്തേ ഉള്ളൂ നിന്നെ കാണണമെന്ന്. എനിക്ക് തോന്നി ആദർശേട്ടൻ എന്നെക്കുറിച്ച് ഓർക്കുകയാണെന്ന്, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചെന്ന് നയനം പറയും. തണുപ്പ് കാലമല്ലേ, ആദർശേട്ടൻ ഇൻഹേലറൊക്കെ അടുത്ത് വെച്ചുകൊണ്ട് കിടക്കണം കേട്ടോ എന്ന് നയന ആദർശിനെ ഉപദേശിക്കുന്നുണ്ട്. അപ്പം ആദർശ് പറയും, നിന്നോടും എനിക്കതേ പറയാനുള്ളൂ, മരുന്നൊക്കെ കറക്റ്റായിട്ട് കഴിക്കണം, പിന്നെ എന്തെങ്കിലും ഒരു അസ്വസ്ഥത വന്നാൽ എന്നെ വിളിക്കണം, ഏത് പാതിരാത്രിക്കാണെന്ന് പറഞ്ഞാലും വിളിക്കാതിരിക്കരുതെന്നൊക്കെ പറയും. ശരി, ഞാൻ അതെല്ലാം ശ്രദ്ധിച്ചോളാം, ഇത്രയും ദിവസം ഹോസ്പിറ്റലും ഓഫീസും വീടും ഒക്കെ ആയിട്ട് ഓടി നടന്നതല്ലേ ആദർശേട്ടൻ, അതുകൊണ്ട് ഇപ്പം നന്നായിട്ട് കിടന്നുറങ്ങുക കേട്ടോ എന്ന് ആദർശിനോട് നയന പറയും. അപ്പം നയനയുടെ മുറിയിലേക്ക് കനക കയറി വരുന്നുണ്ട്. എന്നിട്ട് ഗുളികയൊക്കെ എടുത്ത് കൊടുക്കും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആദർശ് മോനാണോ മോളെ വിളിച്ചത്? മോനിപ്പം മോളുടെ സൗണ്ട് കേൾക്കാതിരിക്കാൻ പോലും പറ്റത്തില്ലെന്നായിട്ടുണ്ടല്ലേ എന്നൊക്കെ കനക പറയും. അതെ ആദർശേട്ടനാണ് നയന പറയുമ്പം പറയും, എന്തായാലും നിങ്ങൾ ഇതുപോലെ സ്നേഹത്തിലൊക്കെ കഴിയുന്നു, അതുപോലെ തന്നെ ഇനി നവ്യയുടെ ജീവിതവും അതുപോലെ സ്നേഹത്തിലങ്ങ് കഴിഞ്ഞാൽ മതിയായിരുന്നു. ഇപ്പം എന്നാണെങ്കിലും അഭിമോന് നവ്യയോട് ഭയങ്കര സ്നേഹമാണല്ലോ എന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോഴത്തേന് നയനയ്ക്ക് അങ്ങ് ടെൻഷൻ ആകുന്നുണ്ട്. നയനയ്ക്ക് അറിയാമല്ലോ കറക്റ്റായിട്ടും അഭിയുടെ സ്വഭാവവും അവിടുത്തെ വിശേഷങ്ങളൊക്കെ. അന്നേരം നയനയുടെ മുഖം മാറുന്നതനുസരിച്ച് കനക ചോദിക്കും, എന്താ മോളെ മോടെ മനസ്സിലൊരു ടെൻഷനുള്ള പോലെ എന്ന് ചോദിക്കും. പറയും, അല്ല അമ്മേ, എനിക്ക് നവ്യടത്തിയുടെ കാര്യങ്ങളൊന്നും ഇപ്പം അറിയത്തില്ല, ഞാനിപ്പം കുറേ നാളായില്ലേ അങ്ങോട്ട് പോയിട്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഈയിടെ ഇവിടെ അഭി വന്നപ്പോൾ അഭിക്ക് ഭയങ്കര സ്നേഹമായിരുന്നു ഞങ്ങളോടെല്ലാം, അതുപോലെ തന്നെ നവ്യമോളോടും ഭയങ്കര സ്നേഹമായിരുന്നു. ഇനി അതങ്ങ് അതുപോലൊക്കെ തന്നെ അങ്ങ് തുടർന്ന് പോയാൽ മതിയായിരുന്നു. മോൾക്കൊരു കുഞ്ഞൊക്കെ ആയി കഴിയുമ്പോൾ ആ കുഞ്ഞിന് ഏറ്റവും കൂടുതൽ സ്നേഹം കിട്ടുന്നുണ്ട് അച്ഛനിൽ നിന്നാണ്, അത് കിട്ടിയാൽ മതിയായിരുന്നു. എൻ്റെ മോളുടെ കുഞ്ഞിനും നിങ്ങൾക്കാണെങ്കിലും അച്ഛൻ്റെ നന്നായിട്ട് സ്നേഹം കിട്ടിയതല്ലേ, അതുകൊണ്ടല്ലേ നിങ്ങൾ ഇത്രയും നല്ല മക്കളായി വളർന്നതെന്നൊക്കെ കനക പറയുന്ന ഓരോ വാക്കും നയനയ്ക്ക് സങ്കടമാകുന്നുണ്ട്. നവ്യയുടെ ഇപ്പോഴത്തെ ജീവിതം നയനയ്ക്കറിയാമല്ലോ. പിന്നീട് കാണിക്കുന്നത് ദേവയാനിയെ ICUവിൽ നിന്ന് മുറിയിലേക്ക് മാറ്റുന്നതാണ്. മുറിയിൽ കൊണ്ട് കിടത്തുന്ന ഉടനെ തന്നെ ദേവയാനി പറയും, എനിക്ക് അനസ്തേഷ്യ തന്ന സമയത്ത് പോലും എൻ്റെ മനസ്സിൽ ഇനി ജീവിതത്തിലേക്ക് ഞാൻ തിരിച്ചു വരല്ലേ എന്നുള്ള ആഗ്രഹമായിരുന്നു എന്ന് പറയും. അതെന്താ അമ്മ എങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഇങ്ങനൊന്നും പറയരുതെന്ന് ആദർശ് പറയും. അതല്ല മോനെ, ഞാൻ ICU കിടക്കുന്ന സമയത്ത് പോലും നിൻ്റെ അച്ഛൻ വന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് നയനയുടെ കാര്യമായിരുന്നു, നയനയാണ് നല്ലവളെന്നുള്ള പരുവത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്ക് അതെക്കുറിച്ച് കേൾക്കുന്നതേ ഇഷ്ടമല്ല. നിങ്ങൾ രണ്ടുപേരും അവളെ അതുപോലെ സ്നേഹിക്കുന്നു, അത് കാണുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഞാൻ ഉണ്ടാകണ്ട എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയെന്നൊക്കെ ആദർശിനോടും ആദർശിൻ്റെ അച്ഛനോടുമായിട്ട് ദേവയാനി പറയും. നീ എന്തൊക്കെ പറഞ്ഞാലും ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിൻ്റെ ഓപ്പറേഷൻ സമയത്ത് ശരിക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് നയനമോൾ മാത്രമായിരുന്നെന്ന് ജയൻ പറയുന്നുണ്ട്. ഉടനെ ആദർശ് പറയും, അച്ഛൻ ഇനി അതൊന്നും പറയരുത്, അമ്മയുടെ പ്രഷർ കൂടുകയില്ലേ എന്നൊക്കെ ചോദിക്കും. അന്നേരം ദേവയാനിക്ക് നയനെ പൊക്കി പറയുന്ന ഒട്ടുമേ ഇഷ്ടപ്പെടുന്നില്ല. ജാനകി അടുക്കള നിൽക്കുമ്പോഴത്തേന് അനാമിക അങ്ങോട്ട് വരും. എന്നിട്ട് അനാമിക ചോദിക്കുന്നുണ്ട്, എന്നാ അമ്മ ഉണ്ടാക്കുന്നതെന്ന്. അച്ഛന് ഇഡലിയൊക്കെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം, ആവിയിൽ പുഴുങ്ങുന്ന ആഹാരത്തോടാണ് ഇഷ്ടം, അതുകൊണ്ട് ഇഡലിയാണ്. മോൾക്ക് എന്താ ആവശ്യം, അത് ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറയും. അതൊന്നും സാരമില്ല അമ്മേ, അമ്മ എന്തുണ്ടാക്കിയാലും ഞാനത് അങ്ങ് കഴിച്ചോളാമെന്നൊക്കെ
എന്നൊക്കെ അനാമിക അങ്ങ് പറയും. ആ സമയത്താണ് നവി അങ്ങോട്ട് വരുന്നത്. എനിക്കിഷ്ടമുള്ളത് ഞാൻ പറയട്ടെ, ഉണ്ടാക്കി തരുമോ എന്ന് നവി ചോദിക്കും. അത് കേൾക്കുന്നത് ജാനകിക്ക് അങ്ങ് ദേഷ്യം വരും. ഉടനെ ജാനകി പറയും, നിനക്കിഷ്ടമുള്ളതൊക്കെ നീ അങ്ങ് ഉണ്ടാക്കി തിന്നാൽ മതി, നിനക്ക് 2 കൈയൊക്കെ ഉണ്ടല്ലോ എന്ന് പറയും. അപ്പോഴത്തേന് അനാമിക പറയും, ഇവക്കുള്ള സാധനം ഒന്ന് അമ്മ ഉണ്ടാക്കി കൊടുക്കണ്ട, ഇവള് വേണേ ഉണ്ടാക്കി തിന്നോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്താ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നാലും, നിങ്ങൾ എന്തായാലും അടുക്കള പണിതുകൊണ്ടിരിക്കുകയല്ലേ എന്ന് ചോദിക്കും. പിന്നെ എനിക്കങ്ങനെ ഇതൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല, എൻ്റെ അനിയത്തി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവളെ കൊണ്ട് ഉണ്ടാക്കിച്ചേനോ, അവൾ എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയേനോല്ലോ പറയും. എന്നാൽ പിന്നെ നിൻ്റെ അനിയത്തി എന്തിനാണ് വീട്ടിൽ പോയി നിൽക്കുന്നത്, അവളോട് ഇങ്ങോട്ട് വരാൻ പറ നിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനെന്ന് നവിയയോട് ജാനകി പറയും. ഇവൾക്ക് വല്ലതും വേണമെന്നുണ്ടെങ്കിൽ ഇവളുടെ അമ്മായിയമ്മോട് പറയത്തില്ലേ എന്ന് അനാമിക പറയുമ്പോഴത്തേന് ജാനകി പറയുന്നുണ്ട്, അതിന് ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ പോലും അവർക്ക് വേണ്ട, അഭിയോ അവൻ്റെ അമ്മയോ ഇങ്ങനൊരു കുഞ്ഞുണ്ടാകാൻ ആഗ്രഹിക്കുന്നേ ഇല്ലെന്ന് പറയും. അപ്പോൾ അനാമിക പറയും, അതിന് അഭിയേട്ടന് ഈ ഇവിടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് അഭിയേട്ടൻ്റെതാണെന്നുള്ളൊരു ഉറപ്പില്ലല്ലോ എന്ന് പറയും. എടി നീ ഇങ്ങനത്തെ വർത്താനം പറയരുതെന്ന് പറഞ്ഞ് നവ്യ അനാമികയുടെ നേരെ ചെല്ലും. അതെന്താടി ഞാൻ പറഞ്ഞ് ശരിയല്ലേ എന്ന് അനാമിക ചോദിക്കുന്നുണ്ട്. നിൻ്റെ അച്ഛന് തൻ്റെ മോളാണ് നീ എന്നുള്ള കാര്യം നിൻ്റെ അമ്മയ്ക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കും. അത് കേൾക്കുമ്പോഴത്തേന് ജാനകി പറയും, എൻ്റെ മോളെയും അവളുടെ വീട്ടുകാരെയും ഒന്നും പറയാൻ പറ്റത്തില്ലെന്ന്, എന്നാൽ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ ഇതുപോലെ തന്നെ മറുപടി പറയുമെന്ന് പറഞ്ഞ് നവി അങ്ങ് പോവും. അന്നേരം അനാമിക അവിടെ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. എന്താ അമ്മ ഇങ്ങനെ ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീട്ടിലോട്ട് വരാത്തതെന്ന് പറയും. എൻ്റെ മോൾ ഇതൊന്നും ശ്രദ്ധിക്കണ്ട, മോൾക്ക് എന്താണ് ഇഷ്ടം അതെല്ലാം ഞാൻ ആ ഡൈനിങ് ടേബിളിൽ ഉണ്ടാക്കി കൊണ്ട് വെച്ചേക്കാം, മോൾ അതങ്ങ് കഴിച്ചേച്ചാൽ മതി എന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോഴത്തേന് അനാമികയ്ക്ക് അങ്ങ് സന്തോഷമാകുന്നുണ്ട്. ജാനകിയോട് കട്ട കലിപ്പി നിന്ന നവ്യ പുറത്തോട്ടിറങ്ങി വരുമ്പോഴത്തേന് ജലജ അങ്ങനെ സിറ്റ് ഔട്ട് ചെയ്ത് പത്രം വായിക്കുന്നുണ്ട്. അപ്പം ജലജയോട് നവി ചോദിക്കുന്നുണ്ട്, രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു, എന്നാൽ പിന്നെ പെട്ടെന്ന് അടുക്കള കയറ് എന്ന് പറയും. അതെന്തിനാണ് ഞാൻ അടുക്കള കയറുന്നത്, ജാനകി അവിടെ ഉണ്ടല്ലോ എന്ന് ജലജ പറയും. അത് അവരുടെ മരുമകൾക്ക് ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ടാണ് കയറിയിരിക്കുന്നത്, എനിക്കുള്ളത് നിങ്ങൾ ഉണ്ടാക്കി തരണമെന്ന് പറയും. അതെന്താ നിനക്ക് അങ്ങോട്ട് ഉണ്ടാക്കി കഴിക്കത്തില്ലേ എന്നൊക്കെ നവിയോട് ജലജ ചോദിക്കുന്നുണ്ട്. അതിന് എനിക്കൊന്നും ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല എന്ന് പറയും. എന്നാൽ നിൻ്റെ അനിയത്തെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വാ, അവൾ ഉണ്ടാക്കിക്കോളൂല്ലോ എന്ന് പറയും. അവൾ ഇത്ര നാൾ ഇവിടെ ഉണ്ടായിരുന്നപ്പോഴേ നിങ്ങളിതൊന്നും അറിഞ്ഞില്ലല്ലോ, എല്ലാവരും കയ്യും കഴുകിയിരുന്ന് മൂക്കുമുട്ടയിരുന്ന് കഴിക്കുക മാത്രമേ ചെയ്തുള്ളൂ, ഇപ്പോൾ അവളില്ലാത്തപ്പോഴത്തേന് എല്ലാവർക്കും അതിൻ്റെ ചൂടറിയാം അല്ലേ എന്നൊക്കെ നവ്യ പറയും. നിനക്ക് ഇവിടെ ഉണ്ടാക്കുന്നതൊക്കെ കഴിച്ചാൽ എന്നാന്ന് ജലജ ചോദിക്കുന്നുണ്ട്. എനിക്ക് എന്നാണേലും രാവിലെ പുട്ടും കടലക്കറിയും മതി, നിങ്ങളത് ഉണ്ടാക്കി തന്നേ പറ്റുന്നുള്ളൂ എന്ന് പറയും. എനിക്ക് പറ്റത്തില്ലെന്ന് ജലജ പറയുമ്പോഴത്തേന് ഈ വീഡിയോ ഞാൻ എല്ലാവരെയും കാണിക്കുമെന്ന് പറയുന്നുണ്ട് നവ്യ. നീ ഈ വീഡിയോ കാണിച്ച് എന്നെ എത്ര നാളാണ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത്, ഒരു ദിവസം ഞാൻ അങ്ങ് ഓർക്കും ഈ വീഡിയോ അങ്ങ് എല്ലാവരെയും കാണിച്ചേക്കട്ടെന്ന് അങ്ങ് വിചാരിക്കും, അതോടുകൂടി നിൻ്റെ കുഴപ്പം അങ്ങ് തീരുവല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ജലജ അകത്തേക്ക് പോകും. ജലജ ചെല്ലുമ്പോഴത്തേന് അഭി ഇങ്ങനെ സെറ്റ് ചെയ്തിരിപ്പുണ്ട്. എടാ നീ രാവിലെ എണ്ണീറ്റിട്ടൊന്ന് കുളിച്ചൊന്നുമില്ലേ, കുളിച്ചിട്ട് നീ പോയി തൊഴുത് പ്രാർത്ഥിക്കുക, നിൻ്റെ ഭാര്യ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണേന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ പറയും. അതിനിപ്പോൾ എന്താ അമ്മ ഉണ്ടായെന്ന് ചോദിക്കും. അവൾ എന്നോട് ഇപ്പോൾ അടുക്കളയിൽ കയറി ഫുഡ് ഉണ്ടാക്കാനൊക്കെ പറഞ്ഞിരിക്കുന്നു, എന്നെക്കൊണ്ട് വയ്യെന്നും ഇവള് ഭയങ്കര ശല്യമാണല്ലോ എന്നൊക്കെ പറയും. എന്തൊക്കെയാണേലും ആ നയന ഇവിടെ ഉണ്ടായിരുന്നപ്പം എല്ലാ ഫുഡും അവരുണ്ടാക്കുമായിരുന്നു, സത്യം പറഞ്ഞാൽ അവരുണ്ടാക്കുന്ന ഫുഡിനൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നെന്ന് അഭി പറയുന്നുണ്ട്. നീയും അവളെ പുകഴ്ത്താൻ തുടങ്ങിയോന്ന് ചോദിക്കും. ഞാൻ പുകഴ്ത്തിയതൊന്നുമല്ല, ഉള്ളത് പറഞ്ഞതാ, അമ്മയ്ക്കും അറിയാമായിരുന്നല്ലോ അവൾ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ നല്ലതാണെന്ന്. ഇപ്പം അവൾ ഇവിടെ ഇല്ലാത്ത കാരണം അമ്മയ്ക്കും കഷ്ടപ്പാടായില്ലേ, വല്ലപ്പോഴും ഒക്കെ അടുക്കള കയറിക്കൊണ്ടിരുന്ന അമ്മ ഇപ്പോൾ സ്ഥിരമായിട്ട് അടുക്കള കയറേണ്ട ഗതികേട് വന്നില്ലേ, എന്ത് ചെയ്യാൻ അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാൻ പറ്റുമോ, അവൾ പോയതിൻ്റെ ഒരു സമാധാനത്തിലിരിക്കുകയാണെന്നൊക്കെ ജലജ പറയുന്നുണ്ട്. നീ എന്തായാലും മല ചവിട്ടി ചെന്ന് ശരിക്കും പ്രാർത്ഥിച്ചേക്കണം ഇവൾ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനെന്ന്. എന്തായാലും അമ്മ രാവിലെ എനിക്ക് ഈ ഡിസംബർ മാസത്തിലൊക്കെ രാവിലെ എണീറ്റ് കുളിക്കുന്ന കാര്യമൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ലെന്ന് പറയും. പിന്നെ നീ എന്തിനാ ഈ മാല ഇട്ടെന്ന് ചോദിക്കും. എല്ലാവരും ഇട്ടുകൊണ്ട് ഞാനങ്ങ് ഇട്ടെന്നേ ഉള്ളെന്ന് അഭിയും പറയും. ജാനകി മുത്തശ്ശനും മുത്തശ്ശിക്കുമുള്ള ചായയും കൊണ്ട് ചെല്ലുമ്പോൾ മുത്തശ്ശി ചോദിക്കും, നീ എന്തായാലും അടുക്കള കയറുന്നുണ്ടല്ലോ, അപ്പം നവ്യയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ നടത്തി കൊടുക്കണ്ടെന്ന് ചോദിക്കും. അത് കേൾക്കുമ്പോൾ ജാനകിക്ക് ഇഷ്ടപ്പെടത്തില്ല. ജാനകി പറയും, അതിന് വല്ലതും വേണമെങ്കിൽ അവൻ്റെ അമ്മയോട് പറയാം, അല്ലാതെ ഞാൻ എന്തിനാ ചെയ്യുന്നത്, എനിക്ക് എൻ്റെ മരുമോളെ നോക്കണ്ടേന്ന്. നിൻ്റെ മരുമോളെ നീ നോക്കരുതെന്നൊന്നും പറയുന്നില്ല എന്ന് വെച്ച് ആ കുട്ടിയോടുകൂടെ ഇടയ്ക്കൊക്കെ അടുക്കള കയറണമെന്ന് പറയാൻ പറയും. അതെങ്ങനെയാണ് ശരിയാകുന്നത്, ആ കുട്ടി ഒരു വിധത്തിൽ ഞാൻ ബുദ്ധിമുട്ടിക്കില്ലെന്ന് അതിൻ്റെ അമ്മയ്ക്കും അച്ഛനും വാക്ക് കൊടുത്താണെന്ന് പറയുന്നുണ്ട്. അതെന്തിനാ നീ അങ്ങനെ ഒരു വാക്ക് കൊടുത്തത്, നിൻ്റെ മരുമോളെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി എല്ലാ ജീവിതം പഠിപ്പിക്കേണ്ടത് നിൻ്റെ കടമയല്ല
സമയമല്ലായിരുന്നു. അപ്പം നീ ആ കുട്ടിയെ ഇടയ്ക്കൊക്കെ അടുക്കള കയറ്റണമെന്ന് പറയും. നയനമോൾ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾക്കൊരു കഷ്ടപ്പാടുമില്ലായിരുന്നല്ലോ. അവൾ എല്ലാ പണിയും ചെയ്യുമായിരുന്നു. നിങ്ങളെല്ലാം വന്ന് കഴിക്കാനിരിക്കുക മാത്രമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ജാനകി നയനെ പൊക്കി പറഞ്ഞ് ഇഷ്ടപ്പെടാഞ്ഞിട്ട് പറയും, എന്തൊക്കെയായാലും നയനെ ഇവിടെ ഇല്ലാത്തതിൻ്റെ ഒരു പ്രത്യേക മനസ്സമാധാനമുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ പേരിലൊന്നും അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാനൊന്നും ആരും നോക്കണ്ടെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ജാനകി അങ്ങ് ഇറങ്ങിപ്പോവും. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേനും മുത്തശ്ശനും മുത്തശ്ശിക്കും സങ്കടമാകുന്നുണ്ട്. അവർ രണ്ടുപേരും ഇങ്ങനെ പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.